നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രഥമ ലീഗും ക്വാർട്ടർ ഫൈനലും കടന്ന് കളി സെമിയിലേക്ക് നീങ്ങുമ്പോൾ മൈതാനത്തിൻ്റെ ഒരു വശത്ത് LCR മറുവശത്ത് എക്സാലോജിക്കും അണിനിരന്നിരിക്കുന്നു. പക്ഷേ ഇത്തവണ കളി കാര്യമാവുന്ന കാഴ്ചകളാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺസുലേറ്റ് സ്വർണ്ണക്കടത്തിൽ ആരംഭിച്ച ഒറ്റകളി ഇന്നിപ്പോൾ കരിമണലിലും മയക്കുമരുന്നിലും വന്നു നിൽക്കുമ്പോൾ ഇവിടെ രണ്ട് ടീമിൻ്റെയും ക്യാപ്റ്റന്മാർ ഉന്നതരുടെ മക്കൾ തന്നെ. 2016 സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഒന്നാമൻ പാർട്ടിയിലെ പ്രമുഖൻ്റെ മകനോടായ ഒരു ഉപദേശം നൽകുകയുണ്ടായി. അനാവശ്യ പുലിവാലുകൾ പിടിച്ചുകൊണ്ട് അങ്കിൾ എന്ന് വിളിച്ച് എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന്. പക്ഷേ ഭരണം കിട്ടിയതിന് ശേഷം പ്രമുഖൻ്റെ മകൻ പൂർവാധികം ശക്തിയോടെ തൻ്റെ കച്ചവടങ്ങളും ഒപ്പം മണ്ടത്തരങ്ങളും ആശ്രിത വാത്സല്യവും കാണിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഒന്നാമനും പാർട്ടി പ്രമുഖനും തമ്മിലുള്ള അന്തർധാരയിൽ വിള്ളലുകൾ കണ്ടെത്തി. അമ്മയും മക്കളും ബന്ധുക്കളും ഒരു ഭാഗത്തും പാർട്ടിയും പ്രമുഖനും ഒന്നാമനും മറുഭാഗത്തുമായി അണിനിരന്നപ്പോൾ സ്വർണ്ണക്കടത്തിനെ ഒറ്റുകൊടുത്തുകൊണ്ട് ആദ്യ വെടിപൊട്ടിച്ചു. അതിൻ്റെ പകരമായി ബീഹാർ അമ്മയെയും കുട്ടിയെയും ദുബായ് അറബിയെയും രംഗത്തിറക്കിക്കൊണ്ട് മറുഭാഗം തിരിച്ചടിച്ചു. കളികൾ തീക്കളി ആകുമെന്ന് മനസ്സിലാക്കിയ ഔദ്യോഗിക വിഭാഗം പയ്യനെ പരപ്പന അഗ്രഹാരയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയിരുന്നു. മനസ്സിനേറ്റ മുറിവിൽ പാർട്ടി പ്രമുഖൻ ഔദ്യോഗിക സ്ഥാനം രാജിവെച്ചുകൊണ്ട് ചികിത്സയുമായി ദുഃഖങ്ങൾ കടിച്ചമർത്തി. ഇനി കാര്യത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിനേക്കാൾ BJPയേക്കാൾ സ്ഫോടനാത്മകമായ അവസ്ഥയിലാണ് ഇന്നത്തെ കേരളത്തിലെ CPM എന്ന പാർട്ടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജപ്പാൻ അൻവറിൻ്റെ ബംഗളൂർ ഫ്രീസർ ലോറിയിലെ 150 കോടി രൂപ. പുകമറകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പാർട്ടി ഓരോരോ തവണയും പലവിധ പുകമറകളാൽ അധികാരത്തിലേക്ക് എത്തിയപ്പോൾ അവർക്കറിയാം അവരുടെ അണികൾക്ക് വേണ്ടത് പുകമറകൾ തന്നെയെന്ന്. നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നത് എത്രയോ മഹത്തായ വാക്കുകളാണ്. എന്തൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴും അതിൻ്റെ 10 ഇരട്ടി വലിപ്പത്തിലുള്ള ഉണ്ടൻ ചുരുട്ടുകൾ എതിരാളികൾക്ക് മേലെ കെട്ടിവെച്ചുകൊണ്ട് അണികളിൽ ആവേശം പടർത്തുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കഴിഞ്ഞിട്ട് അമേരിക്കയും ഇസ്രയേലും ഒക്കെയുള്ളൂ. പണ്ടൊക്കെ ഉപ്പുപെട്ടിയിലിരുന്ന് രാഷ്ട്രീയം പറയുന്ന അണികൾക്ക് എല്ലിൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നത് പോലെ ഇന്നിപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾക്ക് ആവശ്യമായ എല്ലിൻ കഷ്ണങ്ങളാണ് ഇട്ടുകൊടുക്കുന്നത്. അന്നൊക്കെ എല്ലിൻ കഷ്ണങ്ങൾ അഥവാ ക്യാപ്സൂളുകൾ ഇട്ടുകൊടുത്തിരുന്ന MV ജയരാജനും EP ജയരാജനും ബാലനും വിജയരാഘവനും ഒക്കെ പിന്നോട്ട് വലിഞ്ഞപ്പോൾ മരുമോൻ ഇറക്കുമതി ചെയ്യുന്ന ക്യാപ്സൂളുകൾ അൻവർ പോലുള്ളവരെ കൊണ്ടാണിപ്പോൾ വിതരണം ചെയ്യിക്കുന്നത്. ഒരു നല്ല പാർട്ടിയുടെ അധപ്പതനമെന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയുവാനില്ല. കോടിക്കണക്കിന് പണം ചിലവാക്കി മകൻ റിസോർട്ട് പണിതപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ പെൻഷൻ തുകയാണെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ മകളുടെ കമ്പ്യൂട്ടർ കമ്പനിയും അമ്മമാരുടെ പെൻഷനിൽ കെട്ടിവെക്കുവാൻ കാണിക്കുന്ന വ്യഗ്രത ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് കരുതരുത്. ചെറുപ്പക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളായ PSC ടെസ്റ്റുകളും പരീക്ഷ മാർക്ക് തട്ടിപ്പ് കേസുകൾ കൊടുമ്പിരിക്കൊള്ളുമ്പോൾ ഇല്ലാത്ത കേസ് എതിർ പാർട്ടി നേതാവിൻ്റെ പേരിൽ കെട്ടിവെച്ചുകൊണ്ട് അണികളിൽ കൺവിൻസിംഗ് അഥവാ കൺഫ്യൂസിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ പ്രത്യേക നൈപുണ്യവുമൊക്കെയാണ് ഇവർക്കുള്ളത്. ഞങ്ങൾ മാത്രമല്ല നിങ്ങളും പ്രശ്നക്കാരാണ് എന്നുള്ള ചിന്താഗതി വളർത്തിയെടുക്കുന്നതിൽ ഒന്നാമതാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കേരയിൽ വകയായ 150 കോടി. സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ ആകെ വിജിലൻസും EDയും കേന്ദ്ര അന്വേഷണ ഏജൻസികളും KT ജലീലിനെയും ശ്രീരാമകൃഷ്ണനെയും ശിവശങ്കറിനെയും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെയും വട്ടമിട്ട് പറക്കുന്ന സമയത്താണ് K. സുധാകരൻ KPCC പ്രസിഡന്റ് ആകുന്നത്. അങ്ങേർക്ക് മോൺസൺ മാവുങ്കലിനെ കൊണ്ട് 8ന്റെ പണി കൊടുത്തപ്പോൾ കമ്മ്യൂണിസ്റ്റ് അണികൾ ആനന്ദ നൃത്തം ചവിട്ടി.
ചെന്നിത്തലയുടെ മെക്കിട്ട് കയറിയതുപോലെ ഇനി ലക്ഷ്യം പ്രതിപക്ഷ നേതാവ് തന്നെ. ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികൾ ബംഗളൂരുവിൽ നിന്നും പണവുമായി ചേറ്റുവ കടപ്പുറത്തേക്ക് പ്രതീക്ഷിക്കാം. കെ കരുണാകരൻ വളരെ നന്നായി ഭരിക്കുമ്പോൾ പാമോയിലിൽ മുക്കി അങ്ങേരെ ഒതുക്കുവാൻ ശ്രമിച്ചു. പിന്നീട് ഇല്ലാത്ത ചാരക്കേസിൽപ്പെടുത്തി ആന്റണിയെ പഞ്ചസാരയിൽ വീഴ്ത്തുവാൻ ശ്രമിച്ചു. പാവ ഉമ്മൻചാണ്ടിയെ സരിതയിൽ ഇല്ലാതാക്കി. ഈ പാവങ്ങളൊന്നും പെട്ടെന്നൊന്നും ആ പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും വിട്ടുമാറില്ല. വാളെടുത്തവൻ വാളാൽ എന്നതുപോലെ പുത്രദുഃഖത്താലും പുത്രി ദുഃഖത്താലും എല്ലാവരും അനുഭവിച്ചേ മടങ്ങൂ. കോടിയേരി സത്യം. ആ പാവപ്പെട്ടവൻ്റെ മയ്യത്ത് തലസ്ഥാനത്തെത്തിക്കുവാൻ കുടുംബം ആവശ്യപ്പെട്ടപ്പോൾ അത് നടത്തിയില്ല. ക്യാപ്റ്റൻ ഇന്നിപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസി എന്ന് കേൾക്കുമ്പോൾ ഞെട്ടിത്തരിക്കുകയാണ്. ഒരൊറ്റ കുട്ടിപ്പട്ടാളക്കാരെയും തൻ്റെ ക്യാബിനിലേക്കോ ക്ലിഫ് കൊട്ടാരത്തിലേക്കോ കടത്തിവിടരുത് എന്ന് ആജ്ഞാപിച്ചിരിക്കുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റർ എന്ന പേര് കേട്ട അന്നു മുതൽ അങ്ങേരിപ്പോൾ ഈ കുട്ടികളെയും വെറുത്തു തുടങ്ങി.